Hello, my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? എന്താണ് നിങ്ങൾക്കുള്ള സ്പെഷ്യൽ മെസ്സേജ് ഫ്രം മൈ സ്പിരിറ്റ്? Let's see what you need to hear right now. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? Okay, so നിങ്ങൾ കൂടുതൽ ഈ സമയം ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളല്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ അത് നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്നാണെന്നുണ്ടെങ്കിലും ആളുകളിൽ നിന്നാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഓക്കെ, സോ നിങ്ങൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ശരീരം എങ്ങനെയാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ശരീരത്തിന് തണുപ്പാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്ക് എങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ചൂടുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർ നിങ്ങൾ ചില സിറ്റുവേഷനിൽ കൺഫ്യൂസ്ഡ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില ആളുകളിൽ കൺഫ്യൂസ്ഡ് ആവുന്ന സമയത്ത് അവരുടെ ആക്ഷൻസ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, ആൻഡ് യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ഓക്കെ, സോ ഈ സമയം നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടതും ഇതാണ്. നിങ്ങളുടെ അനുഭവങ്ങളും മറ്റുള്ള ആളുകളുടെ ആക്ഷനുമാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഈവൻ നിങ്ങളുടേതാണെന്നുണ്ടെങ്കിലും. ഓക്കെ, കാരണം ഈ സമയം നിങ്ങൾ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇൻ ആൻഡ് ഔട്ട്. ഓൾറൈറ്റ്, മെന്റലി, ഫിസിക്കലി, എനർജറ്റിക്കലി നിങ്ങൾ ഒരുപാട് ഡീപ്പായിട്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും സൈക്കിക് എക്സ്പീരിയൻസ് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ വളരെ സ്പെഷ്യൽ മൊമെന്റ്സ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ കൗതുകം തോന്നുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം സൈക്കിക്കലി വരുന്ന സമയത്ത്. ഓക്കെ, സിൻക്രോണിസിറ്റി ആയിരിക്കാം, നിങ്ങൾ ഈ ഒരു സമയം കണക്ട് ചെയ്യുന്ന ഡിവൈൻ മെസ്സേജ് ആയിരിക്കാം, ഡിവൈൻ ഗൈഡൻസ് ആയിരിക്കാം, ഓൾറൈറ്റ്, സിമിലാരിറ്റീസ് ആയിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളൊരു സിറ്റുവേഷനിലേക്കോ ആളുകളിലേക്കോ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറെ ഒരു കോഇൻസിഡൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ. ഓൾറൈറ്റ്, സോ ഇറ്റ്സ് ലൈക്ക് ഒരു കുട്ടിയുടെ ഒരു കൗതുകം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങള്, എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. സോ ചില കാര്യങ്ങൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കണം, ചില കാര്യങ്ങൾ നിങ്ങളെ ശരിക്കും പിടിച്ചു നിർത്തുന്നുണ്ടായിരിക്കണം. ചില പ്ലേസിലേക്ക് ഇത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ള ചില മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം, അല്ലെ? സോ ചില പ്ലേസിൽ നിങ്ങൾക്കൊരു അഡീഷണൽ ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. ഓൾറൈറ്റ്, സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു അവസ്ഥ, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ശരീരം മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് അതെന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു അതിന് ടൈം വേണമെന്നുണ്ടെങ്കിൽ ടൈം കൊടുക്കുക. വെറുതെ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. ചില പ്ലേസിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, പക്ഷേ നിങ്ങളുടെ ശരീരത്തിന് ആ ഒരു ടയർഡ്നെസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, ചില കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് പഠിക്കാൻ സമയം വേണം, അനുഭവങ്ങൾ ഉണ്ടാവണം. ഓക്കെ, ഈവൻ ചില അനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്തും നിങ്ങൾ അതൊരു വിഷമായിട്ടും എടുക്കേണ്ട കാര്യമില്ല. ഓൾറൈറ്റ്, കാരണം അതാണ് നിങ്ങൾക്ക് ഇനി റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്തിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെ? നിങ്ങൾക്ക് എന്ത് ശരി, നിങ്ങൾക്ക് എന്ത് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സോ വേണ്ടായിരുന്നോ എന്ന് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. ഓൾറൈറ്റ്, ഒരുപാട് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കാതിരിക്കാം. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ കൺഫ്യൂസ് ആയിട്ടിരിക്കുക, പക്ഷെ അവിടുന്ന് നിങ്ങൾ പുറത്തേക്ക് വരേണ്ട കാര്യങ്ങൾ കൂടെ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ടൈം വേണമെന്നുണ്ടെങ്കിൽ ടൈം കൊടുക്കുക, റെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് കൊടുക്കുക, മനസ്സിനാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ചിന്തകൾക്കാണെന്നുണ്ടെങ്കിലും ശരീരത്തിനാണെന്നുണ്ടെങ്കിലും റെസ്റ്റ് കൊടുക്കുക. ഓക്കെ, കാരണം ഈ ഒരു ജേർണി, എസ്പെഷ്യലി നിങ്ങൾ ഈ ഒരു സമയത്ത് പോകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടൈം വേണം, നിങ്ങൾക്ക് അനുഭവിക്കാനാണെന്നുണ്ടെങ്കിലും ആ ഒരു എക്സൈറ്റ്മെന്റ് ജേർണിയാണ് ചില ആളുകൾക്ക് ഉണ്ടാവുന്നത്. സോ നിങ്ങൾ പുതിയ പുതിയ അനുഭവത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെ? സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അത്ര കൗതുകമായിട്ടൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ചില ആളുകൾക്ക്. ഓക്കെ, ചില ആളുകൾക്ക് അത് നിങ്ങൾക്കുള്ള ഫസ്റ്റ് സൈക്കിക് എക്സ്പീരിയൻസ് ആണ്. സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ടൈം വേണ്ടത്, നിങ്ങൾക്കറിയാം ഒരു നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്ന ആളുകളുണ്ട്. മൊത്തത്തിലൊരു അഴിച്ചുപണി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചില പ്ലേസിലൊരു വലിയൊരു മാറ്റം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ടൈം കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, സോ ഒറ്റടിക്ക് അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. സോ നിങ്ങൾ ഓരോ മാറ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പ്രഷർ നിങ്ങൾക്കും കൊടുക്കാൻ പാടില്ല. സ്ലോലി ആ ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക. കാരണം നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയാണ് ഒരു പുതിയൊരു ലൈഫിന്റെ ഒരു ജേർണിയിലേക്ക് വരാൻ, ഒരു ന്യൂ ബിഗിനിങ്. ഓൾറൈറ്റ്, അത് നിങ്ങളുടെ ഒരുപാട് കാലത്തൊരു കാത്തിരിപ്പാണ്.
ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ആലോചിക്കുന്ന ചില കാര്യങ്ങളാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരാന്നുള്ളത്. റൈറ്റ്? റിലേറ്റ് ചെയ്യാം. എന്തെന്നാണ് നിങ്ങൾ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്, എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, അതിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓൾറൈറ്റ്? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ള ആളുകളാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കാനുള്ള ഒരു ടൈമില്ല, പല കാര്യങ്ങളും നിങ്ങൾ നോക്കി നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ടൈമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ മദർ അല്ലെങ്കിൽ നിങ്ങളൊരു മിഡ് ഏജോ ലേറ്റ് ഏജോ ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും, അല്ലെങ്കിൽ അതിനുള്ളൊരു മനസ്സുണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ട ഒരു ടൈമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടൈമാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ഓൾറൈറ്റ്? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. മേ ബി ലൈക്ക് നിങ്ങളുടെ സ്പിരിറ്റിൽ നിന്നുള്ള മെസ്സേജ് ആയിരിക്കാം, സൈക്കിക്കൽ ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കാം, നിങ്ങൾ ആക്ച്വലി അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്? what you need to hear right now. Alright. വലിയ വലിയ എക്സ്പെക്ടേഷൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതും വലിയ വലിയ കാര്യങ്ങളാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് സ്മോൾ തിങ്സ്. ഓക്കെ, സോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, എസ്പെഷ്യലി മറ്റുള്ള ആളുകൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹത്തിന് അതിരുകൾ ഉണ്ടാവുന്നില്ല, ചില ആഗ്രഹത്തിന്. റൈറ്റ്? നിങ്ങൾ അത് വിൻ ചെയ്യാനും പോകുന്നുണ്ട്, നിങ്ങൾ അത് അച്ചീവ് ചെയ്യും ഡെഫിനറ്റ്ലി. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങൾ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളെ കളിയാക്കുന്നുണ്ട്, ഓർ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, നിങ്ങളുടെ സറൗണ്ടിങ് ഒരുപാട് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ പ്രൂവ് ചെയ്യും, നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കേപ്പബിൾ ആണെന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ആൻഡ് യു ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണത്. നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ തോന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നോ, ഓർ മറ്റുള്ള ആളുകൾ എന്തെങ്കിലും അങ്ങനെ നിങ്ങളെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. അത് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, റിലേഷൻഷിപ്പിൽ നിങ്ങൾ വരുത്താൻ പോകുന്ന മാറ്റങ്ങളാണ് ചില ആളുകൾക്ക്. ഓക്കെ, അതാണ് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, അതാണ് നിങ്ങൾ സക്സസ്ഫുള്ളി ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ എന്ത് ലൈഫ് സിറ്റുവേഷനിൽ കൂടിയാണോ പോകുന്നത്, പ്രശ്നങ്ങളാണോ നിങ്ങൾ പോകുന്നത്, മാനസികപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ കൂടിയാണോ നിങ്ങൾ പോകുന്നത്, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിലൂടെയാണോ നിങ്ങൾ പോകുന്നത്, റിലേഷൻഷിപ്പിൽ നിങ്ങൾ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ തന്നെ ഒരുപാട് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നിങ്ങൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. പക്ഷെ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത്, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഡെഫിനറ്റ്ലി വിൻ ചെയ്യും. എസ്പെഷ്യലി അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, അതിനെപ്പറ്റി ഈവൻ ചിന്തിക്കുന്ന ആളുകളും ആയിരിക്കാം, എനിക്ക് ഇങ്ങനെ ആയാൽ പോരാ, ഇതിൽ മാറ്റങ്ങൾ വേണം, അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവാണ് എന്നുള്ള ചില മെന്റാലിറ്റി ഉണ്ടായിരിക്കണം, അല്ലെ, എന്നുള്ള ഒരു ഫീലിങ്സ്, ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, കാരണം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവിടെ, ഇത് അല്ലെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം വിട്ടുകൊടുക്കേണ്ടി വരുന്നുണ്ടായിരിക്കണം. റൈറ്റ്? സോ നിങ്ങൾക്ക് അവിടെ എന്താണോ വേണം, നിങ്ങൾക്കൊരു റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് വിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, what you need to hear right now, what you need to hear right now. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ ലോസ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ പ്രോബബ്ലി ലൈക്ക് നിങ്ങൾ ചില പ്ലേസിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. റൈറ്റ്? ഓർ നിങ്ങൾക്ക് ആഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുത്തു വരേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. കംപ്ലീറ്റ്ലി ഫൈൻ. ചില സിറ്റുവേഷൻ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാം, ചില സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്തേക്ക് വരാൻ ശ്രമിക്കാം. പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയാണോ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്, അത് ആളുകളിലായിരിക്കാം, ഇമോഷണലി ആയിരിക്കാം, ഓർ നിങ്ങളൊരു ഹാബിറ്റ് ആയിരിക്കാം, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം, ഓർ നിങ്ങൾ പല ലൈഫിന്റെ ഒരു ബാധ്യതകളും ആയിരിക്കാം. ഓക്കെ, അവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ പല രൂപത്തിൽ നിങ്ങൾ ലൈഫിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, സോ അത് ചില ആളുകൾക്ക് നിങ്ങൾ ഇമോഷണലി വളരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്ലേസും ആയിരിക്കാം. ധൈര്യമായിട്ട് അതിന് പുറത്തേക്ക് വരിക, കാരണം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ചേഞ്ച് ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് ചെറുതായിരിക്കില്ല, നിങ്ങൾക്കതൊരു കുറവായിട്ട് തോന്നില്ല ആ ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത്. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ വിഷമുണ്ടെങ്കിൽ നിങ്ങൾ കരഞ്ഞു തീർക്കുക, പക്ഷെ അതിൽ തന്നെ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കരുത്. ഓക്കെ, ഇത് ചില ആളുകൾക്കുള്ളൊരു മെസ്സേജ് ആണ്.
ചില ബന്ധങ്ങൾ നിങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട്. അത് ഈവൻ ലൈക്ക് ചില ബന്ധങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് വിഷമാവുന്നുണ്ട്. അത് പ്രോബബ്ലി ലൈക്ക് നിങ്ങൾ ഒരേ രക്തത്തിൽ പിറന്നിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, അമ്മ മക്കളൊക്കെ പറയുന്നത് പോലെ, അച്ഛൻ മക്കൾ എന്നൊക്കെ പറയുന്നത് പോലെ, സഹോദരങ്ങൾ എന്ന് പറയുന്നത് പോലെ. ഓക്കെ, സോ അവിടെ എന്തെങ്കിലുമൊക്കെ ക്ലാഷസ് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങള് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ട് ചില നഷ്ടങ്ങളായിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങള് നിങ്ങൾക്ക് ആ ഒരു നഷ്ടം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ചില കാര്യങ്ങള് മാറി നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അത് ഈവൻ നിങ്ങൾക്ക് എത്ര വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും. അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങൾ മാറി നിൽക്കേണ്ടി വരുന്നുണ്ട്. മേ ബി ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങളുടെ ഫാമിലി വിട്ടിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോകേണ്ടി വരുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ പാരന്റ്സിനെ വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരുന്നുണ്ടായിരിക്കണം. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ സിബ്ലിങ്സോ നിങ്ങളുടെ പാരന്റ്സോ അവരുടെ നഷ്ടങ്ങളോ, റൈറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങൾ ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് അത് നിങ്ങൾ വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ലൈഫിന്റെ വേറെ തലങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കത് വേറെ വഴി ഉണ്ടാവില്ല ഫോക്കസ് ചെയ്യാന്നല്ലാതെ. സോ നിങ്ങൾക്ക് വളരെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുള്ള പ്ലേസ് എന്നൊക്കെ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതോ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം റിലേറ്റഡ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പോകേണ്ടതായിട്ട് വരുന്നുണ്ടായിരിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ജീവിതം ഉണ്ടായിരിക്കണം. പക്ഷേ സാഹചര്യം നിങ്ങളെ കൊണ്ടുപോകുന്നത് വേറൊരു ലൈഫിലേക്കായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷെ എന്തെങ്കിലുമൊക്കെ ലൈഫ് സിറ്റുവേഷൻസ് കാരണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ കാരണം, ജോബിന്റെ സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് മാറി നിൽക്കേണ്ടി വരികയാണ്. ഓക്കെ, പക്ഷെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ് ആണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ. ഓൾറൈറ്റ്, സോ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതും അതുപോലത്തെ മാറ്റങ്ങളാണ്. ചില മാറ്റങ്ങൾ നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾക്ക് ഒരു സാമ്പത്തികപരമായിട്ടുള്ള ചേഞ്ചസിന് വേണ്ടിയിട്ടാണ്. യെസ്, അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ക്യാഷ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ എങ്ങോട്ടാണ് വരാൻ ആഗ്രഹിക്കുന്നത്, സ്പെഷ്യലി നിങ്ങൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതോ മണി റിലേറ്റഡ് ആയിട്ടുള്ളതോ ഓർ എന്തെങ്കിലും എനിത്തിങ് ദാറ്റ് യു ക്യാൻ കൺവേർട്ട് ഇൻ ടു മണി. ഓക്കെ, സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് അവിടെ സഹായങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അത് റൈറ്റ് ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്, ഓർ നിങ്ങൾക്ക് അതിലൊരു സമൃദ്ധി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രോഗ്രസ് ഫൈനാൻഷ്യലി അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഈ ഒരു സമയം. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.